ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മയുടെ 1 വർഷം തികയാണ് മരിച്ചിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാനും അച്ഛനും അനിയത്തി എല്ലാവരും പോയിട്ട് ബലിയൊക്കെ ഇട്ടു. അതിനുശേഷം ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാർക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും അവിടെ എത്തി. അവിടെ കുറേ നല്ല കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. ചുറ്റും ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറേ ചെടികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തെറ്റി റെഡ് കളറിൽ നല്ല കളറുള്ളൊരു തെറ്റിയൊക്കെ അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടക്കുന്ന ആ ഉരല് പോലത്തെ പണ്ടതൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം എങ്ങും ഇല്ല. ഇപ്പം അത് കളക്ട് ചെയ്തിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ ഇട്ടത്. നമുക്ക് ആർക്കും വേണ്ടാത്തൊരു സാധനം എത്ര മനോഹരമായിട്ടാണ് റീസൈക്കിൾ ചെയ്തേക്കുന്നത് അല്ലേ. പിന്നെ അവിടെ അമ്മമാരൊക്കെ വളർത്തുന്ന പട്ടിക്കുട്ടിയും പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള തത്തയൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ഫുഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരെണ്ണത്തിന് ഞാൻ തൊടാൻ ചെന്നപ്പോൾ അത് ഓടി അങ്ങ് ദൂരെ പോയായിരുന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്തൊരു കൂട്ടിൽ എന്നെ ആർക്കും വേണ്ടേന്ന് പറഞ്ഞ് വാലാട്ടി ഒരാൾ നിന്നത്. എന്ത് ഭംഗിയല്ലേ അവനെ കാണാൻ. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഭംഗിയുള്ള ലൈറ്റ്സൊക്കെ അവിടെ അവർ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. 1 മണിയായി. അമ്മമാരെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പം ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ അനിയത്തിയും അമ്മാവനും കുഞ്ഞമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം മാമനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടെയാണ് വിളക്കൊക്കെ തെളിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയത്. എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾക്കൊപ്പം. മറ്റൊന്നുമല്ല, എൻ്റെ അമ്മയുടെ പ്രായമുള്ള കുറച്ച് അമ്മമാർ. അതിനൊപ്പം അവിടെ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ അമ്മയും അച്ഛനും ഒക്കെ അവളെ ഉപേക്ഷിച്ച് പോയതാണ്. അങ്ങനെ ആ മുറ്റത്ത് അവൾ ഓടിക്കളിച്ച് വളർന്ന അവിടുത്തെ ഓരോ അമ്മമാരുടെയും കൊച്ചുമകൾ കൂടിയായിട്ടാണ്. അങ്ങനെയാണ് മാതൃജ്യോതിയുടെ ഓണറായിട്ടുള്ള പ്രശാന്തേട്ടൻ നമ്മളെ വന്ന് വിളിക്കുന്നത്. നമ്മൾ ആ ഫുഡ് കഴിക്കാം, എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം സമയം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാറായി. അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പോകാറായി. അപ്പം ഞാൻ പറഞ്ഞു ഇനിയും വരാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.